അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കലാണല്ലോ ഇസ്തിഗാസ. ഇസ്തിഗാസൻ്റെ വിധി അത് ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നല്ലേ സമസ്ത പറയണത് ചോദിച്ചു. അതെ, അനുവദനീയമാണ്, അനുവദിക്കപ്പെട്ടതെന്ന് പറയുന്നത്. മുജാഹിദ് ശിർക്കാണെന്ന് പറയുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു തആലയോട് നേരിട്ട് ചോദിക്കുന്നുള്ളത് KSRTCയിൽ പോകുന്നത് പോലെയും മരിച്ചുപോയ മയ്യത്തുകളോട് ചോദിക്കുന്നുള്ളത് ബെൻസ് കാറിൽ പോകുന്നത് പോലെ പെട്ടെന്ന് എത്തും, പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന് പഠിപ്പിച്ച അള്ളാഹുവിനെ KSRTCയോട് കൂടി ഉപമിച്ച മഹാൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ചില സംഭാഷണം നടത്തുകയാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ പച്ചക്കള്ളം പറഞ്ഞിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയോട് നേരിട്ട് ചോദിക്കുക അഥവാ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്യുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. എന്നാൽ സമസ്ത അത് അനുവദനീയമായിട്ടാണ് പഠിപ്പിക്കുന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കല് ഇവർക്ക് നിർബന്ധമാണ്, സഹായം ചോദിക്കൽ ഇവർക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പുത്തൻവാദി എന്ന് വിളിക്കും അവരെ. ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ, പയച്ചു പുറത്തുപോയ ആളുകൾ എന്നൊക്കെ ഇവർ പറയും. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇസ്തിഗാസ അഥവാ റബ്ബ് സുബ്ഹാനഹു തആലയോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് ശിർക്കാണെന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട്. പച്ചക്കള്ളാണ് അത് അദ്ദേഹം പറയുന്നുള്ളത്. മുജാഹിദുകൾ പറയുന്നുള്ളത് എല്ലാ അവസരത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലയോട് മാത്രമാണ് സഹായം ചോദിക്കേണ്ടത്. മരിച്ചുപോയ മഹത്തുക്കൾ എന്നറിയപ്പെടുന്ന ആളുകളോടും അല്ലാത്ത ആളുകളോടും മരിച്ചുപോയ ആളുകളോടും സഹായം ചോദിക്കാനേ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ദീനിൽ ഇങ്ങനെ ഒരു കാര്യം മതമാക്കി തന്നിട്ടില്ല. ഈ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ള മുശ്രിക്കുകൾ എന്നാണ്. മക്കത്തെ മുശ്രിക്കുകളുടെ അവരുടെ സ്വഭാവം പരിശോധിച്ചു കഴിഞ്ഞാൽ ബദർ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ മുമ്പ് മക്കത്തെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ കൂടെ മരണപ്പെട്ടു പോയ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഉസൈർ നബി അലൈഹി ഇസ്ലാമിനോടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും വദ്ദിനോടും സുവാഹിനോടും യഹൂസിനോടും യഹൂഖിനോടും നസറിനോടും ഇങ്ങനെ പല ആളുകളോടും ആര് അബൂജഹൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചു. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചത്. മരണപ്പെട്ടു പോയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടോ ഉസൈർ നബി അലൈഹി ഇസ്ലാമിനോടോ ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനോടോ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനോടോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടോ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടോ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോടോ ആദം നബി അലൈഹി ഇസ്ലാമിനോ ഒരാളോടും അള്ളാഹുവിന്റെ റസൂൽ സഹായം ചോദിച്ചിട്ടില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അസ്തഗീസൂന റബ്ബക്കും, ഇസ്തിഗാസ ചെയ്തു, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തു, സഹായം ചോദിച്ചു. ആ സന്ദർഭം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ അവിടെ സഹായിച്ചു. അപ്പൊ റബ്ബിനോടാണ് സഹായം ചോദിച്ചത്. അപ്പൊ ഇസ്തിഗാസ റബ്ബിനോട് ചെയ്യൽ നിർബന്ധമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ ഈ ആളുകളോ മരിച്ച ആളുകളോട് വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആളുകളാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കണ്ടു നോക്കൂ. എല്ലാ മുറാദും ആസ്വലായി കൊടുക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, തൊട്ടകാലം വിജയിപ്പിക്കണേ പാപ്പ, പാപ്പന്റെ പൊരുത്തം സഹായം നോട്ടുണ്ടാണ് പാപ്പ, ഈ മജ്ലിസ് ഖബൂലാക്കണേ പാപ്പ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രം അർപ്പിക്കപ്പെടേണ്ട ഇബാദത്തായിട്ടുള്ള പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അർപ്പിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുകയാണ് ഇവർ ചെയ്യുന്നുള്ളത്. നോക്കൂ എത്രത്തോളം എന്ന് കഴിഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമായിട്ടുള്ള ആ പാത നമസ്കാരത്തിൽ, നിർബന്ധ നമസ്കാരത്തിൽ നമ്മൾ 17 തവണ അള്ളാഹുവിനോട് നെഞ്ഞിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്യുന്ന, അള്ളാഹുവിനോട് യാചിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന പോലും മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കാം, അവരോട് സന്മാർഗം ചോദിക്കാം എന്നാണ് ഇവർ പഠിപ്പിക്കുന്നുള്ളത്. നോക്കൂ ഇവരുടെ കൂട്ടത്തിലുള്ള MT ദാരിമി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. സഹോദരങ്ങളെ, ഇതാണ് ഇവരുടെ വാദം. സന്മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ ഉണ്ടാവുമ്പോൾ ആ തബ്ലീഗ് ചെയ്യുന്ന സമയത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കളെ കൊണ്ട് പറ്റില്ല നബിയെ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും പറ്റാത്ത കാര്യം മരണപ്പെട്ടു പോയ ബർസഖിൽ കഴിയുന്ന, ബഗ്ദാദിൽ കഴിയുന്ന ഷെയ്ഖ് ജീലാനിയോട് വിളിച്ച് ദുആ ചെയ്യാൻ. നോക്കൂ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, നിങ്ങൾ ദരിദ്രരാണ്, മിസ്കീന്മാരാണ്, നിങ്ങൾ ദുർബലരാണ്. എല്ലാ മനുഷ്യരും അതിൽപ്പെട്ടു. ഈ ദുർബലരായിട്ടുള്ള മനുഷ്യർ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഈ ആളുകൾ ആ ദുർബലായിട്ടുള്ള മനുഷ്യരോട് പ്രാർത്ഥിക്കുന്ന, അവർ ആരാധിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ആളുകൾ കൊണ്ടുപോകുന്നുള്ളത്. നോക്കൂ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപേച്ചവൻ ആരുണ്ട്?
അവരാകട്ടെ അവരുടെ പ്രാർത്ഥനയെ പറ്റി ബോധമില്ലാത്തവരാകുന്നു. മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഈ ആളുകൾ ആരെയാണോ ഈ ആളുകൾ ഇവർ വിളിച്ചത് അവർ പരസ്പരം ശത്രുക്കളായി മാറും അവിടെ. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്. ഇസ്തിഗാസ ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹുവിന് കൊടുക്കാത്ത, അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിച്ച, ആ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകള് അന്ന് പരസ്പരം ശത്രുക്കളായിരിക്കും. അവര് നിഷേധിക്കും, പ്രവാചകന്മാരെ നിഷേധിക്കും, ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഷെയ്ഖ് ജീലാനി നിഷേധിക്കും, എന്നെ വിളിച്ചിട്ടില്ല, എനിക്കറിയില്ല. ഇനി ആരെയാണ് ഇവർ വിളിച്ചത് അവരൊക്കെ നിഷേധിക്കും. കാരണം എന്തുകൊണ്ട്? അത് ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമായിരുന്നു. അത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ഇവർ മാലകളിലൂടെ, മൗലൂദുകളിലൂടെ, റാത്തീബുകളിലൂടെ ഒക്കെ തിരിച്ചു. 6000 ഖബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരെ ആദരിക്കാൻ, അവരെ പ്രീതിപ്പെടുത്താൻ, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ, അവിടെ തഅ്ലീം ചെയ്യാൻ, എങ്ങനെ പ്രീതിപ്പെടുത്തി അവിടെ പച്ചപ്പൊട്ട് വിരിച്ച് അവരെ അഗർബത്തി കത്തിച്ചു വെച്ചു, അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു, അവരെ പ്രീതിപ്പെടുത്തുന്നു. എന്തിന്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഇവരോട് ചോദിച്ച് സാധിച്ചെടുക്കാൻ വേണ്ടി. സഹോദരങ്ങളെ, നിങ്ങൾ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള തിന്മയിലേക്കാണ് നിങ്ങൾ പോകുന്നുള്ളത്. ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല. സ്വർഗം അവന് നിഷിദ്ധമായിരിക്കും. പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടില്ല, സത്യവിശ്വാസികളുടെ പ്രാർത്ഥന കിട്ടില്ല. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. സമസ്ത എന്ന് പറഞ്ഞ പുതിയൊരു മതമാണ്, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓരോരുത്തരെയും സത്യത്തിലായി മരിക്കാൻ, സത്യത്തിലായി ജീവിക്കാനും സത്യത്തിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.